സമൂഹത്തിന് മുന്നിൽ മാനത്തിൻ്റെ ഉടുതുണി അഴിഞ്ഞ് നിൽക്കുന്ന ആൻ്റോ ആൻ്റണിക്ക് എന്ത് മാനനഷ്ട കേസ്? ഇവിടെ പ്രധാനമായ പ്രസക്തി ആൻ്റോ ആൻ്റണി NN രാജുവിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ളതാണ്. NN രാജു പത്രസമ്മേളനം നടത്തി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആൻ്റോ ആൻ്റണി പൈസ വാങ്ങിച്ചിട്ടെന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ സംബന്ധിച്ച് ആൻ്റോ ആൻ്റണിയാണ് മറുപടി പറയേണ്ടത്. എങ്ങനെയാണ് പൈസ വാങ്ങിച്ചത്, എന്തിനാണ് പൈസ വാങ്ങിച്ചത്, ഇതെല്ലാം ആൻ്റോ ആൻ്റണി പറയേണ്ട കാര്യമാണ്. ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ആൻ്റോ ആൻ്റണി നെടുമ്പറമ്പ് അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം പിൻവലിച്ചു, തന്ത്രിക്ക് അവിടെ 2.5 കോടി രൂപ നിക്ഷേപം ഉണ്ടെന്ന് അങ്ങ് ആദ്യം പറഞ്ഞ കാര്യമാണ്. ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്താണ്? തിരുവല്ലയിലെ ഒരു സ്വകാര്യ ഫൈനാൻസിൽ തന്ത്രി 2.5 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്തെന്നും ആ സ്ഥാപനം തകർന്നുപോയി എന്ന് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. SIT പറഞ്ഞെന്ന് തന്നെ മാധ്യമങ്ങളിൽ വന്നേ. മാധ്യമങ്ങളിൽ വന്ന വാർത്ത വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. ആൻ്റോ ആൻ്റണി 2 കോടി രൂപ പിൻവലിച്ചു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതിലുറച്ചിരിക്കുന്നു. ആൻ്റോ ആൻ്റണി അവിടുന്ന് 2 കോടി രൂപ വിഡ്രോ ചെയ്തെന്നുള്ള കാര്യം പിന്നെ NN രാജു വളരെ വ്യക്തമായി കൊടുത്താളും പറഞ്ഞു, വാങ്ങിച്ചാളും പറയുന്നു. പിന്നെ അതങ്ങനെ പിന്നെ പറയട്ടെ, അതെന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കട്ടെ, അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തട്ടെ. പറയട്ടെ, അതെല്ലാം വളരെ വിശദമായി പറയട്ടെ, ഇതുവരെ അതെല്ലാം അന്വേഷിച്ചിട്ട് കണ്ടെത്തട്ടെ. പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയാനുള്ളത് അതെല്ലാം അന്വേഷിച്ച് SIT പിന്നെ ഉണ്ട്, പിന്നെ ED ഉണ്ട്, അവരെല്ലാം അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അതെല്ലാം സംശയമല്ലേ അല്ലേ? അതെല്ലാം പരിഹരിക്കേണ്ടത് EDയുടെ കയ്യിൽ എൻ്റെ രേഖയൊക്കെ ഉണ്ട്, അവരത് അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളും. ED അത് പരിശോധിച്ചപ്പം അതുണ്ട്, പിന്നെ അതിലെ രേഖകളൊക്കെ അവർ പരിശോധിച്ചിട്ടുണ്ട്, അവരുടെ കയ്യിൽ എൻ്റെ രേഖയൊക്കെ ഉണ്ട്, അവർ പരിശോധിച്ചു. മാപ്പ് അതിനെ നിയമപരമായി തന്നെ നേരിടുമല്ലോ. എന്തിനാ മാപ്പ് പറയുന്നത്? മാപ്പ് പറയേണ്ടത് ആൻ്റോ ആൻ്റണിയാണ്. എന്താ പറയുക, ഞാനിങ്ങനെ പൈസ വാങ്ങിച്ച് എനിക്ക് ആവശ്യമുള്ള എന്നോട് ക്ഷമിക്കണമെന്ന് സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണം. അത് പറയട്ടെ. അല്ല, ചെറിയല്ല, ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ബാക്കി കാര്യങ്ങളിലൂടെ ഇനിയും വരുമല്ലോ. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ പിന്നെ വരുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകളുടെ ബാക്കി പട്ടികയോടെ വരുന്നുണ്ട്. ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മറ്റെന്തെല്ലാം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതിൽ അതിൻ്റെ എല്ലാം കണക്കുകൾ വരുന്നുണ്ട്.